ഹലോ വെൽക്കം ബാക്ക് ടു PSC സ്മാർട്ട് സ്റ്റഡി. 2 hours 40 days ചലഞ്ചിൻ്റെ 2 ദിവസം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നുവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ പഠിക്കാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിലും വിഷമിക്കേണ്ട. നമുക്ക് സാറ്റർഡേ സൺഡേ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്താലും മതി. പിന്നീട് ക്ലാരിഫിക്കേഷൻ വരുത്തിക്കോട്ടെ. ഞാൻ ഡേ 1 ടോപ്പിക്സിനനുസരിച്ചുള്ള വീഡിയോസാണ് പോസ്റ്റ് ചെയ്തത്. ഡേ 2 ഞാൻ വീഡിയോസ് ചെയ്യുന്നില്ല, കാരണം അത് നിങ്ങളുടെ റിവിഷൻ ഡേ ആണ്. അന്ന് ഒരു റിവിഷനും നിങ്ങൾ റിവിഷനായിട്ട് എടുക്കുക. പിന്നെ ഒരു എക്സാമും നിങ്ങൾ തന്നെ നിങ്ങളെ വിലയിരുത്താനായിട്ട് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടതുമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്സിൻ്റെ ഒരു വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മാത്സിൽ പെർസെൻറ്റേജും സീരീസുമാണ്. പിന്നെ മലയാളം വരുമ്പോൾ ശൈലികളും പഴഞ്ചൊല്ലുകളും. ഇംഗ്ലീഷിൽ നമ്മൾ പ്രിപ്പോസിഷൻസാണ്. പിന്നെ നമ്മൾ GK പോർഷനായിട്ട് IT സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോസിലോട്ട് പോവാം. ഫസ്റ്റ് നമ്മൾ പെർസെൻറ്റേജ് ആണ് ഇന്ന് മാത്സിൽ നോക്കുന്നത്, അതായത് ശതമാനം. അപ്പോൾ ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കും, നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ 2 ടോപ്പിക്കിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ PSCകളിലെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ പെർസെൻറ്റേജിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സും ഫോർമുലസ് നമുക്ക് നോക്കാം. ഒരു സാധാരണ ഭിന്നത്തെ ശതമാനമാക്കി മാറ്റുവാൻ 100 കൊണ്ട് നമ്മൾ ഗുണിക്കുന്നു. ഇത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ബേസിക്കായിട്ട് പഠിക്കുന്നവർക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മളൊരു സാധാരണ ഭിന്നത്തെ നമ്മൾ ശതമാനമാക്കുന്നത് 100 കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണ്. അതേ സമയത്ത് നമ്മൾ ശതമാനത്തെ സാധാരണ ഭിന്നമാക്കാനായിട്ട് ആ എമൗണ്ട് നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഭിന്നസംഖ്യ കിട്ടും. ഒരു സംഖ്യയുടെ X% കൂടുകയും അതിനുശേഷം X% കുറയുകയും ചെയ്താൽ സംഖ്യയിൽ X²/100% കുറവുണ്ടാകും. ഇത് ഓർത്ത് വെക്കുക. ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഒരു സംഖ്യയുടെ X% കൂടുകയും അതിനുശേഷം X% കുറയുകയും ചെയ്താൽ സംഖ്യയിൽ X²/100% കുറവുണ്ടാകും. Xൻ്റെ Y%ഉം Yയുടെ X%ഉം തുല്യമായിരിക്കും. ഈ പോയിൻ്റ് ഒന്ന് ഓർത്ത് വെക്കുക. Aയുടെ ശമ്പളം Bയേക്കാൾ X% കൂടുതലായാൽ Bയുടെ ശമ്പളം Aയേക്കാൾ X/100 + X × 100% കുറവായിരിക്കും. ഒരു പോയിൻ്റ് ഓർക്കുക. Aയുടെ ശമ്പളം Bയേക്കാൾ X% കുറവായാൽ Bയുടെ ശമ്പളം Aയേക്കാൾ X/100 - X × 100% കൂടുതലായിരിക്കും. ഒരു സംഖ്യയുടെ A% കൂടുകയും തുടർന്ന് B% കൂടുകയും ചെയ്താൽ സംഖ്യയിൽ A + B + AB/100% വർധനവുണ്ടാവും. ഈ 3 പോയിൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 7/10 ശതമാന രൂപം എത്ര? ഇതൊരു സിമ്പിളായിട്ടുള്ളതാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ഇൻറ്റു 100 ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും 70%. അതായത് ഭിന്നസംഖ്യ നമ്മൾ ശതമാനമാക്കാനായിട്ട് 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇനി 4 × 1/5 ശതമാന രൂപം എത്ര എന്നുള്ളതാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ ക്വസ്റ്റ്യൻസ് അറിഞ്ഞു വെക്കുക. കാരണം ഇപ്പോൾ മാത്സിനും നമ്മൾ വേണമെങ്കിൽ അവർക്ക് മാത്സ് ഫോളോയിങ് പോലെയും ചോദിക്കാം. അപ്പോൾ ഇവിടെ മിശ്ര ഭിന്നത്തെ നമ്മൾ വിഷമ ഭിന്നമാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ 4 × 1/5 എന്ന് പറയുന്നത് നമ്മൾ മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നം ആക്കുമ്പോൾ 21/5 വരും. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അതുപോലെ ദശാംശ സംഖ്യയെ ശതമാനമാക്കാൻ 100 കൊണ്ട് നമ്മൾ ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു സംഖ്യയുടെ 75% 75 കൂട്ടിയപ്പോൾ അതേ സംഖ്യ തന്നെ ലഭിക്കുന്നുവെങ്കിൽ സംഖ്യ ഏത്? ഇതൊരു മുൻവർഷ ചോദ്യമാണ്. ഒരു സംഖ്യയുടെ 75% 75 കൂട്ടിയപ്പോൾ അതേ സംഖ്യ തന്നെ ലഭിക്കുന്നുവെങ്കിൽ സംഖ്യ ഏതാണ്? അപ്പോൾ ഇതെങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ, ഒരു സംഖ്യയുടെ A% B കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കുന്നുവെങ്കിൽ ആ സംഖ്യ കണ്ടുപിടിക്കാൻ B/100 - A × 100 ആയിരിക്കും. ഒരു സംഖ്യയുടെ A% B കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കുമെങ്കിൽ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ B/100 - A × 100 ആയിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സംഖ്യ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ 75 / 100 - 75 നമ്മൾ 100 ചെയ്യുമ്പോൾ ഇവിടെ 75 / 25 × 100 കിട്ടും. അപ്പോൾ ആൻസർ എന്താണ്? ഇവിടെ ഓപ്ഷൻ B ആണ്. 300 ആണ് ഇവിടെ ആൻസറായിട്ട് കിട്ടുന്നത്. അടുത്തൊരു ചോദ്യം കൊണ്ട് നമുക്ക് നോക്കാവേ. നിങ്ങളിതെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ.
എൻ്റെ ഫോണിന് കുറച്ച് പ്രശ്നമുണ്ട്, അപ്പം പിന്നെ ക്ലാരിറ്റി ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. ഇവിടെ ഒരു സംഖ്യയുടെ 10% 40 ആയാൽ ആ സംഖ്യയുടെ 25% എത്ര? ഇതും ഒരു മുൻവർഷ ചോദ്യമാണ്. ഇവിടെ ഒരു സംഖ്യയുടെ a% p ആയാൽ അതേ സംഖ്യയുടെ b% എന്ന് പറയുന്നത് b/a*p. ഈ ഒരു ഫോമുല നിങ്ങളിത് ഓർത്ത് വെക്കുക. ഇതേ ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് വീണ്ടും PSC ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ഓർത്ത് എഴുതി പഠിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സംഖ്യയുടെ 10% 40 ആയാൽ, അല്ലേ, 10% ഇവിടെ 40 ആവുകയാണെന്നുണ്ടെങ്കിൽ ആ സംഖ്യയുടെ 25% കാണാൻ 25/10 × 40 ചെയ്യുമ്പോൾ 40 = 100 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ B ആണ്. അടുത്ത ചോദ്യം, ഒരു പരീക്ഷയ്ക്ക് വിജയിക്കാൻ 40% മാർക്ക് വേണം. 120 മാർക്ക് ലഭിച്ച കുട്ടി 80 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടുവെങ്കിൽ എത്ര മാർക്കിനാണ് പരീക്ഷ നടത്തിയത്? ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം. ഒരു പരീക്ഷയ്ക്ക് വിജയിക്കാൻ 40% മാർക്ക് വേണം. 120 മാർക്ക് ലഭിച്ച കുട്ടി 80 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടുവെങ്കിൽ എത്ര മാർക്കിനാണ് പരീക്ഷ നടത്തിയത്? അപ്പോൾ ഇവിടെ എത്രയാണ്? 120 മാർക്ക് ലഭിച്ച കുട്ടിക്ക് 80 മാർക്കിൻ്റെ കുറവിനാണ് ഇവിടെ പരാജയപ്പെട്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, വിജയിക്കാനായിട്ട് അപ്പോൾ വേണ്ട മാർക്കെന്ന് പറയുന്നത് 120 + 80 ആണ്. അപ്പം 200 നമുക്ക് കിട്ടും. വിജയിക്കാൻ വേണ്ട മാർക്ക് 200. ഇവിടെ 40% മാർക്കാണ് കിട്ടിയത്. അപ്പോൾ അത് 200-നാണ് 40% കിട്ടിയത്. അപ്പം നമ്മൾ ആകെ മാർക്ക് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? 200 ÷ 40 × 100. 200 ÷ 40 × 100. ആകെ മാർക്ക് എത്രയാണ് കിട്ടുന്നത്? 500 കിട്ടും ഇവിടെ, അല്ലേ? ആൻസർ നമുക്ക് 500 ആണ് കിട്ടുന്നത്. അടുത്തൊരു ചോദ്യം കൂടി നോക്കാം. TV-യുടെ വില 20% വർദ്ധിച്ചു. ഡിമാൻഡ് കൂടിയപ്പോൾ വീണ്ടും 10% വർദ്ധിപ്പിച്ചു എങ്കിൽ TV-യുടെ വിലയിൽ എത്ര ശതമാനത്തിന് വ്യത്യാസം ഉണ്ടാകും? TV-യുടെ വില 20% വർദ്ധിച്ചു. ഡിമാൻഡ് കൂടിയപ്പോൾ വീണ്ടും അവർ എന്ത് ചെയ്തു? 10% വർദ്ധിപ്പിച്ചു എങ്കിൽ TV-യുടെ വിലയിൽ എത്ര ശതമാനത്തിന് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? ഇവിടെ ഇക്വേഷനായിട്ട് നമ്മൾ a + b + ab/100 നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഇക്വേഷൻ ക്വസ്റ്റ്യൻ മുൻ വർഷത്തിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? TV-യുടെ വിലയ്ക്ക് ആദ്യം 20% അവർ വർദ്ധിപ്പിച്ചത്. അപ്പോൾ ഡിമാൻഡ് കൂടിയപ്പോൾ അവർ എന്ത് ചെയ്തു? 10% കൂടെ വർദ്ധിപ്പിച്ചു. അപ്പോൾ a + b എന്ന് പറയുമ്പോൾ 20 + 10 + 20 × 10/100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 32% കിട്ടും. ഇനി നമുക്ക് SCERT പാഠപുസ്തകത്തിലെ കുറച്ച് പ്രോബ്ലംസും കൂടെ നമുക്ക് നോക്കാം. ഇത് ക്ലാസ് 6-ൻ്റെ ആണ്. ക്ലാസ് 6-ൻ്റെ ശതമാനം ചാപ്റ്റർ 9-ൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒരു ക്ലാസ്സിൽ 26 പേർക്ക് ഒരു പരീക്ഷയിൽ A ഗ്രേഡ് ലഭിച്ചു. ഇത് ക്ലാസ്സിൽ ആകെ ഉള്ളവരുടെ 65%. ക്ലാസ്സിൽ ആകെ എത്ര പേരുണ്ട്? ക്ലാസ്സിൽ 26 പേർക്ക് ഒരു പരീക്ഷയിൽ A ഗ്രേഡ് ലഭിച്ചു. ഇത് ക്ലാസ്സിൽ ആകെയുള്ളവരുടെ 65%. ക്ലാസ്സിൽ ആകെ എത്ര പേരുണ്ട്? ഇവിടെ ആകെ കുട്ടികളുടെ 65% എന്ന് പറയുന്നത് എത്രയാണ്? 26 ആണ്, അല്ലേ? 26 ആണ് ഇവിടെ ആകെയുള്ള കുട്ടികളുടെ 65%. ആകെ കുട്ടികൾ ഇൻറ്റു നമ്മൾ 65 ÷ 100 എന്ന് പറയുന്നത് 26 ആണ്. ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ടെന്നല്ലേ. അപ്പോൾ നമ്മൾ ഈ 26-നെ തിരിച്ച് ഇൻറ്റു ചെയ്തെടുക്കുക. അപ്പോൾ 100/65 × 26 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഈ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ടെന്നുള്ള ആൻസർ ലഭിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ ആകെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 65%-ന് 26 പേർക്കാണ് ഉള്ളത്. അപ്പോൾ ആകെ കുട്ടികൾ ഇൻറ്റു 65 ÷ 100 ചെയ്യുമ്പോൾ 26 ആണ്. അപ്പോൾ ആകെ കുട്ടികൾ കണ്ടുപിടിക്കാനായിട്ട് ഈക്വൽസിന് അപ്പുറത്തോട്ടിട്ട് നമ്മൾ ഇൻറ്റു ചെയ്യുവാണ് എടുക്കുന്നത് കേട്ടോ. ഇവിടെ അടുത്തൊരു ചോദ്യം നോക്കാം. ഒരു ആശുപത്രി വാർഡിൽ 25% ആളുകൾ COVID-19 ബാധിതരാണ്. ഇതിൽ 100 പേർ പുരുഷന്മാരും 10 പേർ ട്രാൻസ്ജെൻഡേഴ്സും ബാക്കി സ്ത്രീകളുമാണ്. ആ വാർഡിൽ 300 സ്ത്രീകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ മൊത്തം ജനങ്ങളുടെ 50% വരുമായിരുന്നു. അങ്ങനെയെങ്കിൽ എത്ര സ്ത്രീകൾ രോഗബാധിതരാണ്? ഇത് കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ഡിഗ്രി ലെവൽ ഫേസ് 1 2021 ചോദിച്ചിട്ടൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്കപ്പം മനസ്സിലാവും ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതാണെന്നേ.
ഇവിടെ എന്ന് വെച്ചാൽ ആകെ ജനസംഖ്യ എക്സ് എന്നും രോഗബാധിതരായ സ്ത്രീകളുടെ എണ്ണം നമ്മൾ വൈ എന്നുമാണ് എടുക്കുന്നത്. അതായത് 25% എക്സ് എന്ന് പറയുന്നത് 100 + 10 + y. അത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. 25% എക്സ് ഈക്വൽ ടു 100 + 10 + y. ഇവിടെ 50% ജനങ്ങളെന്ന് പറയുന്നത് 300 50% ജനങ്ങൾ എന്താണ് 300 അപ്പോൾ ആ പെർസെൻറ്റേജ് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 50 / 100 എക്സ് ഈക്വൽ ടു എന്താണ് 300 അല്ലേ? അപ്പോൾ ഈ എക്സ് കണ്ടെത്താനായിട്ട് 600 കിട്ടും. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഇക്വേഷനിലോട്ട് ഈ എക്സിൻ്റെ വാല്യൂ ആഡ് ചെയ്യും. അപ്പോൾ 25/100 × 600 ഈക്വൽ ടു 100 + 10 + y. ഈ ഇക്വേഷൻ ചെയ്യുമ്പോൾ നമുക്ക് y കിട്ടും. y എന്ന് പറയുന്നത് എന്താണ്? രോഗബാധിതരായ സ്ത്രീകളുടെ എണ്ണമാണ്. അടുത്തത് നമ്മൾ പറഞ്ഞ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ശ്രേണികളാണ്, സീരീസാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എന്നാൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു മെൻ്റൽ എബിലിറ്റി ടോപ്പിക്ക് തന്നെയാണ് ഈ ഒരു സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്പർ സീരീസും ഉണ്ട്, ലെറ്റർ സീരീസും ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് രണ്ടും നമുക്ക് വളരെയധികം ട്രിക്കി ആയിട്ട് അവർ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ്. ഇപ്പോൾ ഇവിടെ ഒരു നമ്മൾ ഈ അക്ഷരശ്രേണി ശ്രദ്ധിക്കുക. SVY-EH. ഇവിടെ SVY-EH. ഇവിടെ വൈക്കും ഇക്കും ഇടയിൽ ഇതിലേത് ലെറ്ററാണ് വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, S+3 എന്ന് പറയുന്നതാണ് V എന്ന് പറയുന്നത്. എസ് കഴിഞ്ഞ് TUV 3 ആഡ് ചെയ്യുമ്പോൾ V കിട്ടും. അതുപോലെ വിയുടെ കൂടെ നമ്മൾ 3 ആഡ് ചെയ്യുമ്പോൾ Y കിട്ടുന്നു. അപ്പോൾ വൈയുടെ കൂടെ നമുക്ക് 3 ആഡ് ചെയ്ത് എന്ത് കിട്ടുന്നു? B കിട്ടും. അങ്ങനെ ഇതുപോലെ ബിയുടെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ ഇയും ഇയുടെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ എച്ചും കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ അങ്ങനെ എളുപ്പം കിട്ടും. അടുത്ത ഈ ഒരു ചോദ്യം നോക്കാം. 3, 5, 9, 17 നെക്സ്റ്റ് നമ്പറാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? 3യുടെയും 5ൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്ത് വരികയാണ് ഉള്ളത് അല്ലേ? ആ ഒരു പാറ്റേൺ നമ്മൾ മനസ്സിലാക്കി എടുക്കാനുള്ളൊരു കഴിവാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നോക്കുക, 0, 7, 26, 63 എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏതാണ് എന്നുള്ളതാണ്. ഇവിടെ 0, 7, 26, 63. ഇത് കുറച്ച് കുഴപ്പിക്കുന്ന രീതിയിലെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ അത് പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതായത് 1³ - 1 എന്ന് പറയുന്നത് 0, 2³ - 1 എന്ന് പറയുന്നത് 7, 3³ - 1 എന്ന് പറയുന്നത് 26. നമ്മൾ ഏകദേശം ആദ്യത്തെ 2 പാറ്റേൺ ഒന്ന് മനസ്സിലാക്കിയാൽ എളുപ്പമായിരിക്കും. പക്ഷേ ആ പാറ്റേൺ മനസ്സിലാക്കി എടുക്കുന്നതാണ് നമുക്ക് കുറച്ച് പ്രയാസമായിട്ടുള്ള കാര്യം. ഇവിടുത്തേത് ഇതൊരു ഡിഗ്രി ലെവൽ പ്രിലിംസ് ഫേസ് 2 2021 ചോദിച്ചതാണ്. കുറച്ച് പാടായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഇത് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. അതായത് 350, പിന്നെ അടുത്ത നമ്പറാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അവിടെ 2² - 1 = 4 - 1 = 3 ആണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ അതേ പാറ്റേൺ തന്നെ താഴോട്ട് ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 15ന് ശേഷമുള്ള നമ്പർ കിട്ടും. ഇനി നമുക്ക് മലയാളത്തിൽ നമ്മളെന്ന് പറഞ്ഞ ടോപ്പിക്ക് ശൈലികളാണ്. അതൊന്ന് പെട്ടെന്ന് നോക്കാം. ദീപാവളി കുളിക്കുക. ദീപാവളി കുളിക്കുക എന്ന് എന്താണ് അർത്ഥം? ശൈലി വരുന്നത് അർത്ഥം അതായത് ധൂർത്ത് കാണിക്കുക. അതായത് നമ്മൾ പറയില്ലേ, നമ്മുടെ കൈവശമുള്ള ഒരു വസ്തുവിന് നമ്മൾ അത് പണത്തെ ആണെങ്കിലും നമ്മൾ ആഡംബരം കാണിക്കുക അല്ലേ? ധൂർത്ത് കാണിക്കുകയാണ് അതോടെ. അടുത്തത് അകപ്പാട് പറ്റുക. അകപ്പാട് പറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആപത്ത് ഉണ്ടാവുക. അക്കരെ പച്ച, അകലെയുള്ളതിനെ പറ്റി ഭ്രമിക്കുക. അകലെയുള്ളതിനെ പറ്റി ഭ്രമിക്കുക, അക്കരെ പച്ച. അകലെ ഉഴുത് പകലെ പോരുക, ജോലിയിൽ കള്ളത്തരം കാണിക്കുക. അക്കിടി പറ്റുക, ആപത്ത് സംഭവിക്കുക. അക്ഷരം പ്രതി, കൃത്യമായ രീതിയിൽ. അങ്കുലി പരിമിതം, വിരലിൽ എണ്ണാവുന്നത്. അഗ്നിയിൽ എണ്ണ ഒഴിക്കുക, കോപം ഉണ്ടാക്കുക. അങ്ങാടിപ്പാട്ട്, രഹസ്യമായത് പരസ്യമാക്കുക. അജഗജാന്തരം, വളരെ വ്യത്യാസം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അംഗവും കാണാം, താളിയും കുടിക്കാം. പ്രധാന കാര്യവും അപ്രധാന കാര്യവും ഒന്നിച്ച് നടക്കുന്നതാണ്. അച്ഛൻ ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ബാലൻ ആഗ്രഹമനുസരിച്ച് കാര്യം നടക്കുക.
അടിക്കലം വലിക്കുക, ദോഷം വരുത്തുക. അടിപ്പലക കാണുക, അവസാനമെത്തുക. അടിക്കല്ല് മാന്തുക, ഉന്മൂലനാശം വരുത്തുക. അടുക്കളക്കാര്യം, വീട്ടുകാര്യം. അടിതൊട്ട് മുടി വരെ മുഴുവൻ. അടുക്കളമിടുക്ക്, സ്ത്രീകളുടെ മിടുക്ക്. ഇതെല്ലാം ഒന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ആഘാതമേറ്റ് ഏറെ വിഷമിച്ചു എന്ന അർത്ഥത്തിന് മലയാളത്തിലുള്ള ശൈലിക്ക് ഉദാഹരണം ഏതാണ്? ആഘാതമേറ്റ് ഏറെ വിഷമിച്ചു. നക്ഷത്രമെണ്ണുക. ഇതാണ് ഇവിടെ ആൻസർ വരുന്നത്. ആകാശകുസുമം നടക്കാത്ത കാര്യം. ആനവായിലമ്പഴങ്ങ, ആവശ്യത്തിന് തികയാത്തത്. 1000 കോഴിക്ക് അരക്കാട, കുറച്ചായാലും നല്ല സത്ത്. ആകാശക്കോട്ട കെട്ടുക, മനോരാജ്യം കാണുക. ആരംഭ ശൂരത്വം, തുടങ്ങുമ്പോൾ മാത്രം താല്പര്യം. അടുത്തത് ആലത്തൂർ കാക്ക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആശയാൽ കാലം കഴിക്കുന്നവൻ. മുൻവർഷ ചോദ്യമാണ് ആലത്തൂർ കാക്ക. ഇനി അടുത്തത് ഇദം പ്രഥമം. ഇദം പ്രഥമം എന്ന് പറയുമ്പം ആദ്യമായി. ഓശാന പാടുക, സ്തുതി പാടുക. ഇല്ലത്തെ പൂച്ച, എല്ലായിടത്തും പ്രവേശനമുള്ള ആൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഉമ്മാക്കി കാട്ടുക, പേടിപ്പിക്കുക. പിന്നെ ഊറ്റം പറയുക, സ്വയം പ്രശംസിക്കുക. അതാണ് ഊറ്റം പറയുക. അടുത്തത് കറവ പശു, ലാഭമുള്ള വസ്തു. കാക്ക പിടുത്തം, കാര്യം കണക്കാക്കാനുള്ള പ്രവൃത്തി. അടുത്ത കിണറ്റിൽ തവള, വിവരമില്ലാത്തവൻ. ഇനി ഊടും പാവും. എന്താണ് ഊടും പാവും എന്ന് പറയുന്നത്? ഒന്നുപോലെ ഇഴുകിച്ചേരൽ. ഒന്നുപോലെ ഇഴുകിച്ചേരലാണ് ഊടും പാവും. ഒന്നുപോലെ ഇഴുകിച്ചേരൽ. കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക. കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക. ഒരു വസ്തു ധാരാളം ഉള്ളിടത്ത് അത് വിൽക്കാൻ കൊണ്ടുപോവുക. ഒരു വസ്തു ധാരാളം ഉള്ളിടത്ത് അത് വിൽക്കാൻ കൊണ്ടുപോകുക. അതിനാണ് കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക. ധനാശി പാടുക, അവസാനിപ്പിക്കുക. ഇത് മുൻവർഷ ചോദ്യമാണ്. ധനാശി പാടുക, അവസാനിക്കുക. ദീപാവലി കുളിക്കുക, ധൂർത്തടിച്ച് നശിപ്പിക്കുക അല്ലെങ്കിൽ നശിക്കുക. ധൂമകേതു, നാശമുണ്ടാക്കുന്നവൻ. ധൂമകേതു, നാശമുണ്ടാക്കുന്നവൻ. ധൃതരാഷ്ട്രാലിംഗനം, മനസ്സിൽ പകയോടുകൂടി സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അടുത്ത കുറച്ച് പഴഞ്ചൊല്ലുകൾ നോക്കാം. ഈവൻ ഫോർ എ ക്രോ ഇറ്റ്സ് ബേബി ഈസ് പ്രഷ്യസ്. ഈവൻ ഫോർ എ ക്രോ ഇറ്റ്സ് ബേബി ഈസ് പ്രഷ്യസ്. ഇതിനെ യോജിക്കുന്ന മലയാള രൂപമാണ് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. ഇവിടെ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ്. ഇത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ? പയ്യെ തിന്നാൽ പനയും തിന്നാം, പയ്യെ തിന്നാൽ പനയും തിന്നാം. ഇവിടെ പഴഞ്ചൊല്ലുകൾ ഞാൻ പ്രധാനപ്പെട്ടവ മാത്രമാണ് പറയുന്നത്. മുൻവർഷത്തിൽ ചോദിച്ചിട്ടുള്ള പഴഞ്ചൊല്ലുകളാണ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കൂടുതലും പഠിക്കാനുണ്ട് നമുക്ക്. അപ്പോൾ അടുത്തൊന്ന് നോക്കാവേ. എൻവി ഈസ് ദ സോറോ ഓഫ് ഫൂൾ. അസൂയ വിഡ്ഢികളുടെ ദുഃഖമാണ്. അസൂയ വിഡ്ഢികളുടെ ദുഃഖമാണ്. Too many cooks spoil the broth. Too many cooks spoil the broth. ഇതിൻ്റെ മലയാള പ്രയോഗം എന്ന് പറയുന്നത് ആളേറെ കൂടിയാൽ പാമ്പ് ചാകില്ല. ആളേറെ കൂടിയാൽ പാമ്പ് ചാവില്ല. ഇംഗ്ലീഷിൻ്റെയും GK-യുടെയും ടോപ്പിക്സ് ഞാൻ നാളെ പോസ്റ്റ് ചെയ്തേക്കാവേ.